സത്യം പറഞ്ഞാല് ഹോസ്റ്റൽ ഫുഡ് അങ്ങോട്ട് ശരിയാകുന്നില്ല. ഹോസ്റ്റൽ ഫുഡ് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കൊണ്ടുവരുന്ന അച്ചപ്പും കൊഴലപ്പത്തിനും കവറ് മാത്രം ഇപ്പൊ ഉള്ളത്. അത് പിന്നെ എന്നെ അവ മാടി മാടി വിളിക്കുമല്ലേ. ഓ മാടി ഇത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ. ഏത് സമയം തീറ്റ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. തീറ്റ പണ്ടാരം. ഓഹോ, ആരായി പറയുന്നത്? ഏത് സമയം ഉറക്കം. ആ ഹിരോഷിമയിൽ പൊട്ടിയ നീ ബോംബ് നിന്റെ മൂട്ടിലിട്ട് പൊട്ടിയാലും എണീക്കാത്ത നീ എന്നെ പറയണ്ട. താടി എന്റെ അച്ചപ്പം മതി നീ തിന്നത്. ആഹാ, പാളയപ്പള്ളി പോയി പറഞ്ഞാലും ഞാൻ തിരുത്തിലടി. ഇന്ന് ഞാൻ നിന്നെ കൊല്ലൂടി. പിന്നെ ഒന്ന് പോടി തമിഴ്ത്തി. ഒന്ന് നിർത്തുവോ രണ്ടും? കുറച്ചു നേരമെങ്കിലും ബാക്കിയുള്ളതിന് സ്വസ്ഥത. എത്ര നേരം കൊണ്ട് തുടങ്ങിയതായി? എന്റെ വാഹി ഞാനല്ല ഇവളാ. ഞാനല്ലടി ഇവളാ. ഒന്ന് നിർത്തുന്നു രണ്ടൊന്നും. നൊന്തോടി നല്ല പോലെ. എന്റെ പൊന്നു വാഹി, നീ എവിടെയെങ്കിലും അടങ്ങിയിരിക്കെ. ഇനി ആ വയ്യാത്ത കൈയും കൊണ്ട് എവിടെയും തട്ടാതെ. ഇല്ല, കുഴപ്പമില്ല. നീ ബാത്റൂമിൽ പോയപ്പോ എവിടെ നോക്കിയാ വാഹി നടന്നത്? അങ്ങനെ തട്ടി വീണത് കൊണ്ടല്ലേ കുപ്പിയോളാള് നിന്റെ കയ്യിൽ കൊണ്ടത്. ആ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കൈ മുറിഞ്ഞു പോട്ടെ. ദേ, മെസ്സ് ക്ലോസ് ചെയ്യുന്നതിന് മുൻപേ നമുക്ക് പോയി കഴിച്ചിട്ട് വരാം. വാഹി വാടി, പോയിട്ട് വരാം. എനിക്ക് വേണ്ടടി, നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. പെണ്ണെ, മര്യാദക്ക് എണീറ്റ് വന്നോ. എടി, സത്യമായിട്ടും എനിക്ക് വിശക്കുന്നില്ല. നിങ്ങൾ പോയി കഴിച്ചിട്ട് വാ. வாஹி, என்னாச்சுடி? நீ ஓகே தானே? ஏதாவது கவலையா இருக்கா? உடம்பு ஏதாவது முடியலையா? வைது, ஒன்னும் இல்லடி. நீ போய் சாப்பிடு. நான் ஓகே தான், போ. Hey, baby doll. വേണ്ട, ബലം പേടിക്കണ്ട. ഞാൻ വിചാരിക്കാതെ നിനക്ക് ഇവിടുന്ന് ഒരടി അനങ്ങാൻ കഴിയില്ല. വരാഹി ദുർഗ അയ്യർ, കമ്മിങ് ഫ്രം ചെന്നൈ. ചെന്നൈയിൽ നിന്ന് നീ വന്നത് MBA പഠിക്കാനല്ലേ? അപ്പോ നിനക്കത് പഠിച്ച പോരെ? എന്തിനാ എന്നെ പഠിപ്പിക്കാൻ വന്നേ? മിസ് വരാഹി ദുർഗ, ഐ ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. നിന്റെ ഈ കണ്ണുകളിൽ വർണ്ണനകൾ ഏതുമില്ലാതെ കടലോളം മിഴിനീര് ഒളിപ്പിക്കാൻ കഴിയുന്ന ഈ കണ്ണുകളിൽ ഇനി മുതൽ പൊഴിയുന്ന ഓരോ മിഴിനീർ തുള്ളികളും എനിക്ക് വേണ്ടി ഞാൻ നൽകുന്ന വേദനയിൽ നിന്നായിരിക്കണം. നീ ഇന്ന് നോവിച്ചത് ആരെയാണെന്ന് ഞാൻ നൽകുന്ന ഓരോ വേദനയിലും ഓരോ നിമിഷവും നീ ആലോചിക്കണം. സോ കൺഗ്രാറ്റുലേഷൻ മിസ് വരാഹി ദുർഗ. എന്റെ വെറുപ്പ് ആർക്കും നൽകാതെ ഞാൻ കൊണ്ടു നടക്കുന്ന എന്റെ വെറുപ്പ്, അതിന് നിനക്ക് സ്വന്തം, നിനക്ക് മാത്രം സ്വന്തം. നിന്റെ ഈ കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, അതെനിക്കൊരു ലഹരിയാണ്. ദാ, ഇതുപോലെ ഇനിയും നിന്നെ നോവിക്കാൻ തോന്നുന്ന അത്രയും ലഹരി. ഒരു നിമിഷം പോലും കാണണ്ട എന്ന് പറഞ്ഞ എന്റെ ഈ മുഖം നിന്റെ ജീവിതത്തിലെ ഓരോ അണുവിലും മറക്കാൻ കഴിയാത്ത ഓർമ്മകളാകും. എന്നിട്ട് പേരില താൻ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെ? എന്തിനാ താരൊക്കെ ചിട്ടുകളെ കൊടുക്കാതെ വരുന്നത്? വാഹി, നിനക്ക് വേദന മാത്രം തരാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ കുറിച്ച് നീ എന്തിനാ ആലോചിക്കുന്നത്? വേണ്ട, ഇനി അയാളുടെ മുന്നിൽ ചെന്ന് ചാടാതിരിക്കുന്ന നല്ലത്.
മേ കമിങ്? യെസ്. ആ വിശ്വ, നീ എന്താ ഒരു സർപ്രൈസ് വിസിറ്റ്? അല്ല, നീ എപ്പോ ഇന്ത്യ ലാൻഡായി? ഞാൻ വന്നിട്ട് 3 ദിവസമായി. തറവാട്ടിലായിരുന്നടാ, പൂജയ്ക്ക് വേണ്ടിട്ട് വന്നതാ. അപ്പൊ പിന്നെ നിന്നെ കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അല്ല, നിന്റെ വൈഫ് മോളും വന്നില്ലേ? വൈഫ് വീട്ടിലുണ്ടടാ. പിന്നെ മോള് പൂജ കഴിഞ്ഞ ഉടനെ അവള് USA പറഞ്ഞു. എക്സാംസ് ആകാറ് 4 മാസം കൂടി കഴിഞ്ഞ ആളെ ഏൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് വിശ്രമിക്കാൻ. ഷീസ് വെരി ബ്രില്യന്റ്. എനിക്കറിയാലോ, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബിസിനസ്സിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ചില ഐഡിയാസ് ഒക്കെ എന്റെ അടുത്ത് വന്ന് പറയാറുണ്ട്. ഷീസ് വെരി ടാലന്റഡ്. എനിക്കറിയാടാ. മോള് ബിസിനസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പറയേണ്ട വിശ്വ, നിന്നേക്കാൾ അവൾ നേടും. മതിയട എന്നെ പുകഴ്ത്തിയത്. അല്ലെങ്കിലും എനിക്ക് മാത്രമല്ല, നിനക്കും അങ്ങനല്ലേ? ഋഗ്വേദ് എന്താ കുറഞ്ഞ പുള്ളിയാണോ? ഹീസ് ആൾസോ ബ്രില്യന്റ്. അവനവന്റെ കരിയർ ഇപ്പൊ തന്നെ സ്വയം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിന്റെ ബിസിനസ്സും കൂടി അവ ഏറ്റെടുത്തു കഴിഞ്ഞാൽ ലോകം അറിയപ്പെടുന്ന നമ്പർ 1 ബിസിനസ് അവനാകും. അതെ, സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. നിനക്കെന്താ കുടിക്കാൻ വേണ്ടത്? ടീ ഓർ കോഫി? എടാ, ഒന്നും വേണ്ട. ഞാൻ നിന്നോടൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാ വന്നത്. ഡാ, എന്താടാ പറയേ? നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി ഒന്ന് ഡെവലപ്മെന്റ് ചെയ്താൽ എന്താന്ന് ആലോചിക്കുക. എന്തുകൂടാ നീ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ വീട്ടിലോട്ട് എന്റെ മോളെ പറഞ്ഞു വിടുന്നതിൽ എന്താ നിന്റെ അഭിപ്രായം? എന്റെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞത് അത് തന്നെ, ഋഗ്വേദിനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കുന്നത്. നിന്റെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കണമെന്നത് ഞാൻ എപ്പോ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണെന്ന് നിനക്കറിയാമോ? ഞാൻ മോളോട് ചോദിച്ചപ്പോഴും അവക്ക് സമ്മതം. ഇനി എനിക്ക് നിന്റെ ഋഗ്വേദിന്റെ അഭിപ്രായം അറിയണം. എടാ, ഇതിപ്പോ സന്തോഷം എനിക്ക് എന്തുണ്ടടാ? നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യം ആലോചിക്കാം. നമുക്ക് ഉറപ്പിക്കാടാ. ആ, നിനക്ക് ഓക്കെ ആണല്ലോ. താങ്ക് ഗോഡ്. ഇനി ഋഗ്വേദിന്റെ അഭിപ്രായം കൂടി അറിയണം. നീ അവനെ ഒന്ന് വിളി, ഞാൻ ചോദിക്കാം അവന്റെ അടുത്ത് നേരിട്ട്. ഏയ് വേണ്ടടാ, അവനെ നീ വിളിക്കണ്ട. ഞാൻ സംസാരിച്ചോളാം അവന്റെ അടുത്ത്. അവന് സമ്മതമായിരിക്കും. നമുക്കിത് പ്രൊസീഡ് ചെയ്യടാ. ഓ, ഇപ്പോഴാണ് സമാധാനായത്. എന്നാ ശരിയടാ, മോള് നാട്ടിൽ വന്നതിന് ശേഷം ഒരു ഒഫീഷ്യൽ പെണ്ണുകാണല് നമുക്ക് സെറ്റ് ചെയ്യാം. ഓഫ് കോഴ്സ് ഡാ. എന്നാ ശരി, ഞാൻ പോകുക. നീ അവനോട് പറഞ്ഞിട്ട് പറ. എന്നാ ഞാൻ ഇറങ്ങുക. ഓക്കെ, കാണാടാ. ഇപ്പഴാ വിശപ്പിനൊരു അറുതി വന്നത്. വയറ് നിറഞ്ഞ്. ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞപ്പോ മുതൽ വിശക്കാൻ തുടങ്ങിയതാ. എങ്ങനെയെങ്കിലും ഒന്ന് ഇന്റർവെൽ എത്തിയാ മതിയെന്നായിരുന്നു. എടി, നിന്റെയൊക്കെ വയറ്റിന് കോഴിക്കുഞ്ഞുണ്ടോ? എന്തോന്നാ ഇത്? രാവിലെ അല്ലേ ഹോസ്റ്റലിൽ നിന്ന് ഇഡലി കഴിച്ചത്? അപ്പോഴേക്കും ദഹിച്ചോ? ഒന്ന് പോവാഹി. ആ ഉണക്ക് ഇഡലി കഴിച്ചാല് എങ്ങനെ വിശപ്പ് മാറാനാടി? അതെ അതെ, 2 വട്ടമായിട്ട് 2 പ്ലേറ്റ് ഇഡലി തട്ടിയിട്ട് 2ഉം കൂടി ഇരുന്നത്. ഹാ, ഇങ്ങനെ പോയ നിന്നെയൊക്കെ തീറ്റിപ്പറ്റാൻ മാത്രം ഹോസ്റ്റലുകാർ ലോൺ എടുക്കേണ്ടി വരും. അയ്യോ, കടുപ്പിന്റെ കാര്യത്തിൽ ഒരു കാര്യം മറന്നു. അതെ, നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് ഇവിടെ അടുത്തുള്ള ഞങ്ങളുടെ ഫ്ലാറ്റിലോട്ട് മാറുന്ന കാര്യം നിങ്ങൾ പറഞ്ഞോ വീട്ടില്? ആ, അത് ഞങ്ങള് അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പയോടും പെരിയപ്പോഴും പറഞ്ഞിട്ട് അവര് പറയാന്ന് പറഞ്ഞു. ആ, എന്നാ എന്റെ അപ്പം നിങ്ങളുടെ അപ്പന്മാരെ വിളിക്കും. അപ്പം പറഞ്ഞ് സമ്മതിപ്പിച്ചോളൂടി. നമുക്ക് 2 ദിവസത്തിനുള്ളിൽ മാറണം. അല്ല, മാറാൻ വേണ്ടി അപ്പന്മാര് വരണ്ടേ? അവര് വരാതെ നമ്മളെങ്ങനെ മാറാൻ പറ്റും? അതും പറഞ്ഞ് അവിടെ ക്ലീൻ ചെയ്തിടണ്ട പെണ്ണെ. എന്താക്കുന്നു? എടി, അവിടെ എല്ലാം ക്ലീൻ ആണ്. അവിടെ പുരുഷനോട് പറഞ്ഞ അപ്പൻ ഇപ്പൊ അത് വേണ്ടുന്ന ചെയ്തിട്ടുണ്ടാവും. അവിടെ എല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും വൈകുന്നേരം വീട്ടിൽ നിന്ന് വിളിക്കുമ്പോ അറിയാം പോണോ വേണ്ടയോ എന്നത്. അതെ. എടാ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊരു കോഫി മതി. എനിക്കൊരു ഷേക്കും 2 മുട്ട പപ്സ്. നിനക്കോ? ആ, എനിക്കും അത് മതി.
എടി കഴിച്ചു കഴിഞ്ഞില്ലേ? എങ്കിൽ നമുക്കൊന്ന് പോവാം. എന്തോന്ന് പെണ്ണേ, ചെന്നിട്ട് ഇപ്പൊ ക്ലാസ് ഒന്നും ഇല്ലല്ലോ. അത് തന്നെ, കുറച്ചു നേരം ഇവിടെ അങ്ങനെ ഇരി പെണ്ണേ നീ. എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ ലൈബ്രറി വരെ പോയിട്ട് വരാം. ദേ പോന്ന്, ഇവളെ ഈ ഓടിപ്പിടിച്ചിട്ട് എവിടെ പോവാ? ക്ലാസ് ഒന്നും ഇല്ലല്ലോ. ലൈബ്രറിയിലോട്ടല്ലേ? എന്നാ ഇനി ഇപ്പോഴൊന്നും പ്രതീക്ഷിക്കണ്ട. ഇവളുമാരെന്താ ഇവിടെ? ആര്? ദേ അങ്ങോട്ട് നോക്കടാ. ഇരിക്കുന്നു നോക്ക്, കോടമാവല് പൂച്ചയ്ക്ക് പരിണാമം സംഭവിച്ച സാധനം. എന്റെ കൈ കിട്ടുന്നില്ല വാക്കിന്, അന്ന് തരാൻ നിനക്ക് ഞാൻ. അതുപോലെ തന്നെ മറ്റേ മടറ, അവള് നോക്കിച്ചത് ഒരു പാമ്പിനെയാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്തോ? എന്താടാ മോനെ യോഹന്നാനെ, അന്ന് നിന്നോട് അക്ഷരം തെറ്റാതല്ലേ ഞാൻ പറഞ്ഞത് വേണ്ട വേണ്ട എന്ന്. അപ്പൊ അവന്റെ ഓലക്കമ്മേലത്തെ ഷോഫ്. എന്നിട്ട് കയറി പിടിച്ചതും പോരാ, എടാ അവൾ അടിച്ചു ബോധം പോയപ്പോ നീ എഴുന്നേറ്റത് 3 മണിക്കൂർ കഴിഞ്ഞ. നിർത്തലതണ്ടി, നീ എന്റെ കൂട്ടുകാരനോ അതോ അവളുടെ? നീ ഒന്ന് പുകഴ്ത്തി പോകുന്നു. നോക്കിക്കോ, അവളെയും കൊണ്ട് ഇക്ഷ ഇച്ച എണ്ണം വരപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. അതിന്റെ അടി കൂടെ ഞാൻ കൊള്ളാനോ? എടാ തെണ്ടി, ഓ ഒന്നും നിർത്തലല്ലണോ? അല്ല നീ ഇതെണീച്ച് പോവാ. ഞാനൊന്ന് പുറത്തു പോകാം, ഇറ്റ്സ് അർജന്റ്. പിന്നെ യോ, ഞാൻ പറഞ്ഞ കാര്യം ചെയ്തിരിക്കണം. എന്തുവാടാ ഞങ്ങളറിയാത്ത ഒരു രഹസ്യം? രഹസ്യം മണ്ണാങ്കട്ട ഒന്നുമല്ല. അവനെ അടിച്ചില്ലേ ഇവരുടെ കൂടെയുള്ള ആ പെണ്ണ് വരാഹിയ ദുർഗ. ആ പെണ്ണിനെ കുറിച്ച് അവന് കുറച്ചുകൂടി കാര്യങ്ങൾ അറിയണം. അത് നമ്മുടെ കമ്പനിയിലെ സേവിയറില്ലേ, അവൻ ചെന്നൈയിലാ. അവനെ വിട്ട് അവൻ ഡീറ്റെയിൽസ് എടുപ്പിച്ചിട്ടുണ്ട്. ആ സേവിയറിന്റെ അടുത്ത് എന്തോ ചോദിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പകമൂത്ത പിന്നെ പെണ്ണാണോ ആണാണോ എന്ന് അവൻ നോക്കാറില്ലല്ലോ. എന്തായാലും കുരിശുകളെല്ലാം ഒരു കുടക്കീഴിലാണ്. നമ്മുടെ ക്ലാസ് അവസാനിക്കുന്നതിന് മുന്നേ നമുക്കും വേണ്ടേ എന്തെങ്കിലും എന്റർടൈൻമെന്റ്? 3 കൊടുക്കണം നല്ല ചിമിട്ടും പണികള്. ഫ്രഷേഴ്സ് ഡേ അല്ലേ വരുന്നത്, നമുക്ക് കൊടുക്കാടാ. അതല്ലെങ്കിലും നമ്മൾ കൊടുത്തിരിക്കും. പിന്നെ ആ പെണ്ണിനുള്ളത് അത് അവൻ തന്നെ കൊടുത്തോളും, വേറെ ആരും ഇടപെടരുന്ന അവൻ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ എനിക്ക് സംശയം, നിനക്കൊക്കെ 3 ഒരുപോലെ അടി കിട്ടിയതാണ്. അതാണ് അതിശയം. യാഹുവിന് കിട്ടിയത് തന്നെ ന്യായം നോക്കിയാ കിട്ടേണ്ടതാണ്. പക്ഷെ നിനക്കൊക്കെ എന്തിനാടാ? എനിക്ക് കിട്ടിയത് അതൊരു കാരണമില്ലാതെ തന്നവർക്ക് ഞാൻ കൊടുക്കും. പക്ഷെ അവന് കിട്ടിയത് അത് നീ പറഞ്ഞ കണക്ക് നോക്കിയ ന്യായം നോക്കിയ അവന് കിട്ടേണ്ടത് തന്നെയാണ്. ഒരു പെണ്ണിനോടും അവൻ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ആദ്യമായ ആ പെണ്ണിനോട് അത്രയും ഷൗട്ട് ചെയ്യുമ്പോഴും അവളെ പിടിച്ചടിത്ത് അവന്റെ അടുത്ത് നിർത്തുമ്പോഴും അവൾ എന്തോ അവൻ അത്രയും അധികാരമുള്ള പോലെയായിരുന്നു. അതിന് ഉദാഹരണമാണല്ലോ ഫ്രഷേഴ്സ് ഡേക്ക് ആ പെണ്ണിന്റെ പേര് പോലും അവൻ വെക്കാൻ സമ്മതിച്ചില്ല. അവൻ ആദ്യമായിട്ട് ഒരു പെൺകൊച്ചിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇത്രയും ഡീറ്റെയിൽ എടുക്കാൻ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതെന്തെങ്കിലുമൊക്കെ ആകും. അത് നീ പറഞ്ഞ സത്യ. ഐ തിങ്ക് സംതിങ് വിൽ ചേഞ്ച് ഇൻ ഹിസ് ലൈഫ്. ഡിയർ സ്റ്റുഡൻസ്, അങ്ങനെ നമ്മുടെ ഫ്രഷേഴ്സ് ഡേ എത്തിയിരിക്കുകയാണ്. എല്ലാ ജൂനിയേഴ്സിനും സീനിയേഴ്സിനും ഈ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ കോളേജ് ചെയർമാനായ ഗുലാം കൃഷ്ണയെയും ആർട്ട് സെക്രട്ടറി പ്രസിഡന്റിനെയും ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ആഹാ, എല്ലാ ജന്തുക്കളും ഉണ്ടല്ലോ. ഇത് നമുക്കുള്ള പണി തന്നെയാ. അത് പറയാനുണ്ട്, ആ നാറിയൊരു മുഖം കാണുമ്പോൾ മനസ്സിലാക്കും.
ഡിയർ ജൂനിയേഴ്സ്, എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും കുറേ ഷെയർമാൻ എന്ന നിലയിലും പിന്നെ നിങ്ങളുടെ സീനിയർ എന്ന നിലയിലും നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരുടെ മുഖം കാണുമ്പോൾ മനസ്സിലാവും ഫ്രഷേഴ്സ് ഡേ എന്ന് കേട്ടപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെയാ കടന്നു പോകുന്നതെന്ന്. എല്ലാവരും ഇങ്ങനെ പേടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ സീനിയേഴ്സും നിങ്ങൾ ജൂനിയേഴ്സ് തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ അത് മാത്രം വിചാരിച്ചാൽ മതി. ഇതൊക്കെ കോളേജ് ലൈഫില് നമുക്ക് സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങളാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് തുടങ്ങാം അല്ലെ? എങ്കിൽ നമുക്കിനി ഫസ്റ്റ് സ്ലോട്ട് എടുക്കാം. വൈദാത്മിക MBA ഫസ്റ്റ് ഇയർ. ആഹാ, നിനക്കുള്ളത് വന്നിട്ടുണ്ട്. മിക്കവാറും ഈ നോട്ടം കണ്ടിട്ട് നിന്നെ ഉടലോട് മേലോട്ട് കയറ്റി എന്നാ തോന്നുന്നു. വൈദാത്മിക അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഇതാ അതിൽ നിന്നും ഒരു സ്ലോട്ട് എടുക്കുക. ഇങ്ങനെ തന്നാ മതി, ഞാൻ നോക്കിക്കോളാം. അങ്ങനെ നമ്മുടെ വൈദാത്മിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ആക്ടിംഗ് ആണ്. അറിയാതെ ചെയ്തു പോയ തെറ്റിന് ഒരാളോട് സോറി പറയുന്നു. അതും ഒരു സിറ്റുവേഷൻ മനസ്സിൽ കണ്ട് അതിനെ ഉൾക്കൊണ്ട് നല്ല ആത്മാർത്ഥമായി ആളോട് സോറി പറയുന്നു. എന്താ വൈദാത്മിക ഒക്കെ അല്ലേ? വൈദാത്മികയ്ക്ക് ഓഫീസിൽ ഒരാൾ വേണം അല്ലേ? ഇനിയിപ്പോ നമുക്ക് വേറെ ആരെയും വിളിക്കണ്ട, ഞാൻ തന്നെ മതി. എന്താ പോരെ? സൂപ്പർ. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷം എടുപ്പിക്കുന്നു. എന്റെ പൊന്നു കൊച്ചു, നീ അത് പ്രതീക്ഷിക്കേ വേണ്ട. അവൾ ആരുടെ മുന്നിലും അങ്ങനെ തോറ്റു കൊടുക്കില്ല, പ്രത്യേകിച്ച് ഇയാളുടെ മുന്നിൽ ഒട്ടും. അപ്പോൾ ഇനി ഇത് ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ ഈ ഇരിക്കുന്ന ഹെൽത്തി ഡ്രിങ്ക് കുടിക്കുക. നല്ല നാടൻ പച്ചപ്പാവയ്ക്ക് അരച്ചെടുത്ത നീരാണ്. അപ്പോൾ ആലോചിച്ച് പറ വൈദാത്മിക. ഞാനേ ഇതെടുത്തോളാം. എനിക്ക് അഭിനയിക്കാനും അറിയില്ല, എനിക്ക് ചെയ്യാനും വയ്യ. കുടിക്കട്ടെ. അതിനകത്ത് പാവയ്ക്ക് മാത്രമല്ല നല്ല നാടൻ കാന്താരി അരച്ചു ചേർത്തിട്ടുണ്ട്. നീ അവളുടെ കൂടെ പോ, ഞാൻ എനിക്കുള്ളത് വാങ്ങിയിട്ട് വരാം. അയ്യോ കടവുളേ, അയ്യോ ഈ വയറ് കത്തുക. എന്നാ കാലമാ இருக்கு. ஐயோ அம்மா. வைது, எதுக்குடி நீ அங்கே இருந்து ஓடி வந்துச்சு? என்ன ஸ்ரீ? ஏய், பேசாம கொஞ்சம் தண்ணி கொண்டு வாடி, காரை தாங்க முடியல. ஐயோ முடியல, இனி ஏதாவது கொடுடி, வயிறு கத்து மாதிரி இருக்கு. ஐயோ வேற ஏதாவது கொண்டு கொடுடி. சரி, நீ இங்க நில்லு, நான் இப்ப வரேன். அப்பா, இப்பதான் கொஞ்சம் ஜில்லுன்னு இருக்கு. வாஹி, எந்த முத்தானு, லவ் யூ டி. എന്തടി നോക്കി പിടിപ്പിക്കുന്നത്? കണ്ണുള്ളോണ്ട് താൻ പോടോ. എത്ര കിട്ടിയല്ലോ അവളുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. നിന്നോട് ആര് പറടി അത് മൊത്തം എടുത്ത് മോണ്ടാൻ? സൗകര്യം ഉണ്ടായിട്ട് എന്തായാലും തന്റെ മുന്നിൽ ഞാൻ തോറ്റിയറില്ല. കേൾക്കണ്ട, അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ ഇവിടെ ഊതിയാറ്റുന്നത്. അതിന് തനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ആഹാ, അങ്ങനെ അങ്ങ് പോകാൻ പറ്റേ? എനിക്ക് നഷ്ടമൊന്നുമില്ലെന്നോ? എടി, ഞാൻ കൊണ്ടുവന്ന ഐസ്ക്രീം മൊത്തം കയറ്റിയിട്ട് നീ പറയണം. എനിക്ക് ഇങ്ങനെ ആയതും താൻ കാരണമല്ലേ, അപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പോ ഞാൻ എന്ത് ചെയ്താലും നമുക്ക് കുഴപ്പമില്ല അല്ലേ? താനെന്തിനാ എന്റെ അടുത്തോട്ട് കയറി കയറി വരുന്നേ?
കുരുട്ടെ, ഇനി ഇതുപോലെ ചെലാന്ന് എന്റെ അടുത്തിട്ട് വന്ന എന്റെ മോളെ ഞാനൊന്ന് അറിഞ്ഞൊന്ന് കാണും കേട്ടോ. പൊന്മാനെ മാനെ 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 മായാതിൽവാലെ മായാജാലം കാട്ടും കാതൽ ജിന്നാലെ ബാലിതീരം നിന്നെ കാണാനോ വാണെ വീര്യം കൂടും മിഞ്ഞാണെ. അയ്യേ വൃത്തിയായിട്ട് എന്തോന്ന് പറഞ്ഞിട്ട് പോവാ. കൊന്നത്തെങ്കിലും നടക്ക കാലമാടൻ. സോറി ചേട്ടാ, ഞാൻ കണ്ടില്ലായിരുന്നു. അങ്ങനെ പോകാൻ വരട്ടെ. ജൂനിയർ ആണോ? എന്താ പേര്? വരാഹി ദുർഗം. വാ, ബ്യൂട്ടിഫുൾ നെയിം. ആണെ പോലെ തന്നെയാണ്. പ്ലീസ് വഴിന്ന് മാറും, ഞാൻ പൊയ്ക്കോട്ടെ. ഏയ് നിൽക്ക് വരാഹി. സീനിയറിനെ കാണുമ്പോ ബഹുമാനിക്കാതെ പോകാതെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ദാ, ഇവളുടെ മേലും നിന്റെ ഒരു ചെറു വിരല് പതിഞ്ഞിരുന്നെങ്കിൽ. Don't you dare touch her. ഇവിടെയുള്ള ഏതെങ്കിലും ഒരുത്തന്റെ നിഴൽ അവളുടെ മേൽ പതിഞ്ഞാൽ കൊല്ലും നിന്നെയൊക്കെ ഞാൻ. She is mine. ധൈര്യം സർവം പ്രേമ മനസ്സിലാവുമ്പോൾ എനിക്ക് താൻ എന്റെ ജീവിതത്തിൽ ഒരു നിമിഷം കടന്നു കയറുന്നത് എന്തിനാണ്? എന്തിനാ